ഒരു കഥ കേട്ടുമാ. പണ്ട് 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 ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങുന്നൊരു കാലം. അന്ന് എല്ലാവരെ പോലെ ഞാൻ ആദ്യമായിട്ട് ഓംലെറ്റ് അടിച്ചാണ് എൻ്റെ കുക്കിംഗ് തുടങ്ങുന്നത്. അന്ന് പക്ഷേ ഞാൻ ഓംലെറ്റിൽ നിറയെ ഉപ്പ് വാരിയിട്ടു. എന്തിനാണെന്നറിയില്ല. എൻ്റെ ഒരു കണക്ക് പ്രകാരം എല്ലാ ഭാഗത്തും ഉപ്പ് എത്തണ്ടേ. അപ്പം എല്ലാ ഭാഗത്തോട്ടും നിറച്ച് ഉപ്പിട്ടു. തിന്ന് നോക്കിയപ്പോഴോ കച്ചിട്ട് വായയിൽ വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ നിന്നൊരു കാര്യം പഠിച്ചു. കറിയിൽ ഉപ്പിടുന്നത് എല്ലാ ഭാഗത്തും എത്താനായിട്ട് ഇതുപോലെ വാരിയിടണ്ട എന്നുള്ളത്. അതുമാത്രമല്ല, മുട്ട വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് കുറവിട്ടാൽ മതി എന്നുള്ളതും. അങ്ങനെയാണ് എൻ്റെ കുക്കിംഗ് തുടങ്ങുന്നത്. പക്ഷേ അന്ന് ആ ഒരു മിസ്റ്റേക്കിൽ ഞാൻ തളർന്നില്ല. പകരം കുക്കിങ്ങിനോടുള്ള ഇഷ്ടം എനിക്ക് കൂടി വരികയാണ് ഉണ്ടായത്. ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഓരോ റെസിപ്പീസ് കാണുമ്പോഴും എനിക്കത് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യണത്. ഒരു വൈറൽ സാൻഡ്വിച്ച്. കിന്നരി സ്കൂള് വിട്ട് വന്നതിന് ശേഷം അവളും കൂടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കുക്കിംഗ്. എന്നെ ഹെൽപ്പ് ചെയ്യണതും ഞാൻ ചെയ്യണതും നോക്കിയിരിക്കുന്നതും. അതിനേക്കാളൊക്കെ ഉപരി അവളാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക്. ഇപ്പോൾ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും ഉപ്പ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എല്ലാം പറയാൻ അവൾക്കെന്നറിയാം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും എൻ്റെ വലങ്കൈയായിട്ട് കൂടെ ഉണ്ടാവും. പക്ഷേ പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് എൻ്റെ അനിയനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക്. അവനും ഇതേപോലെ നല്ലൊരു ഫുഡ് ആയിരുന്നു. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അതെ, ഇടയ്ക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനും കിച്ചണിൽ വരാറുണ്ട്. ഇന്ന് ഇവൾ നിൽക്കുന്നിടത്ത് അന്ന് അവനായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. കുറച്ച് ഉള്ളി, വറ്റൽമുളക്, അതുപോലെ തന്നെ സവോള, തക്കാളി, ബ്രെഡ്, ചിക്കൻ, മുട്ട, ഉപ്പ്, വിനേഗർ, ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. ആദ്യം 2 മുട്ട ഇഡ്ഡലി തട്ടിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചതും വറ്റൽമുളകും ആവിക്കേറ്റ്, അതോടൊപ്പം ചിക്കൻ ഉപ്പും മുളകല്ല കേട്ടോ, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതും ആവി കയറ്റാൻ വയ്ക്കുക. ഇതെല്ലാം ആവി കയറി വെന്ത് വരുമ്പോൾ ചിക്കൻ ഒഴികെ ബാക്കിയെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിലോട്ട് ലേശം ഉപ്പും വിനേഗറും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് പാലും കൂടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള, തക്കാളി എന്നിവ അതിലോട്ട് മിക്സ് ചെയ്യും. പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ബ്രെഡിനകത്ത് വെക്കുക, ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക. കഴിഞ്ഞ് വേണമെങ്കിൽ ബട്ടറോ ഗീയോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഗീയാണ് യൂസ് ചെയ്തത്. ബട്ടർ നോക്കിയപ്പോൾ അതുണ്ടായിരുന്നില്ല. അങ്ങനെ കിന്നരിയുടെ അടുത്ത് വർത്താനം പറഞ്ഞ് പെട്ടെന്ന് കുക്കിങ് കഴിഞ്ഞു. കിന്നരിക്കാണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടമാവും ചെയ്തു.